നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിരവധി ഗുണങ്ങളുള്ള പച്ചക്കറിയാണ് പാവയ്ക്ക. പല സ്ഥലങ്ങളിലും ഇത് കൈപ്പയ്ക്ക എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ കയ്പ്പ് കാരണമാണ് പലരും ഇത് കഴിക്കാൻ മടിക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾ. അവരിത് കഴിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് മുതിർന്നവരുടെ ഒരു പരാതി. മുതിർന്നവരാണെങ്കിൽ കയ്പ്പൊന്നും നോക്കാതെ ഇതിൻ്റെ ഗുണങ്ങൾ ഉൾക്കൊണ്ട് ഇത് കഴിക്കുന്നുണ്ട്. ചിലർക്ക് ഈ കയ്പ്പ് ഒരുതരം പ്രത്യേകം ഇഷ്ടമുള്ളവരാണ്. എല്ലാവർക്കും കയ്പ്പ് കാരണം ഇത് പാചകം ചെയ്യാൻ തന്നെ മടിയാണ്. എന്നാൽ ഗുണങ്ങൾ ഏറെയുള്ള ഈ പച്ചക്കറിയെ അങ്ങനെയങ്ങ് കഴിക്കാതെ വെറുതെ വിട്ടാൽ ശരിയാകുമോ? ഇല്ല. എന്നാൽ ചില സൂത്രപ്പണികൾ പരീക്ഷിച്ചാൽ പാവയ്ക്കയുടെ കയ്പ്പ് നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കും. പാവയ്ക്ക ചെറുതായി അരിഞ്ഞെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി തിരുമണം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇത് 20 മിനിറ്റ് മാറ്റിവെക്കാം. കുറച്ച് കഴിയുമ്പോൾ പാവയ്ക്കയിൽ നിന്ന് പച്ച നിറത്തിൽ നീര് പുറത്തേക്ക് വരും. ഇങ്ങനെ 2-3 തവണ ചെയ്യുമ്പോൾ തന്നെ പാവയ്ക്കയുടെ കയ്പ്പ് മാറിക്കിട്ടും. ഉപ്പ് പുരട്ടുന്നതിന് മുൻപ് പാവയ്ക്ക നന്നായി പിഴിഞ്ഞെടുത്ത് നീര് കളഞ്ഞാൽ കയ്പ്പ് മാറും. ഉപയോഗിക്കുന്നതിന് മുൻപും പിഴിഞ്ഞ് നീര് കളയാം. ചൂടുള്ള ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നതും കയ്പ്പ് കുറയാൻ സഹായിക്കും. പാവയ്ക്കയുടെ അകത്തെ വിത്തുകൾ പൂർണ്ണമായും നമ്മൾ കളയണം. ഇതും കയ്പ്പകറ്റാൻ സഹായിക്കും. നല്ലതുപോലെ മൂത്ത കുരുക്കളാണെങ്കിൽ മുളപ്പിച്ച് നമുക്ക് പാവൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. പാവയ്ക്കയുടെ പുറമേയുള്ള പരുക്കൻ ഭാഗമുണ്ടല്ലോ, ഒരു പീലറോ കത്തിയോ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതും കയ്പ്പ് ഒഴിവാക്കാൻ നല്ലതാണ്. പരുക്കൻ ഭാഗത്താണ് കൂടുതൽ കയ്പ്പ് അനുഭവപ്പെടുന്നത്. കഷ്ണങ്ങളാക്കിയ പാവയ്ക്ക 1 മണിക്കൂർ തൈരിൽ ഇട്ട് വെച്ചാലും കയ്പ്പ് കുറയും. പാവയ്ക്ക കറികൾ ഉണ്ടാക്കുമ്പോൾ അതിനൊപ്പം ബീറ്റ്റൂട്ടോ അല്ലെങ്കിൽ ഉള്ളിയോ ചേർത്താലും നല്ലതാണ്. മെഴുക്ക് പുരട്ടിയും തോരനും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ മാർഗം കയ്പ്പ് കുറയ്ക്കാൻ വളരെ പ്രയോജനപ്പെടും. തീയൽ പോലെയുള്ള കറികളാണ് വെക്കുന്നത് എങ്കിൽ ശർക്കര ചേർത്താൽ കയ്പ്പ് കുറയ്ക്കാൻ സാധിക്കും. എണ്ണയിൽ പാവയ്ക്ക മുരിച്ചെടുത്താലും കയ്പ്പ് കുറഞ്ഞു കിട്ടും. കടലമാവിലും മുക്കി നമുക്കിത് പൊരിച്ചെടുക്കാം. ഒരുമിച്ച് വറുക്കാതെ കുറച്ചായിട്ട് നന്നായി വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. പാവയ്ക്ക ചേർത്തുള്ള അച്ചാറിലും കയ്പ്പ് കൂടുതലായി തോന്നാറുണ്ട്. എന്നാൽ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് പോലുള്ള പച്ചക്കറികളും കൂടെ ചേർത്ത് അച്ചാറിടുന്നത് നല്ലതാണ്. ഇതിൽ അല്പം ശർക്കരയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല രീതിയിൽ കയ്പ്പിന് കുറവ് വരും. അടുത്തത് നമ്മളിനി പഞ്ചസാരയും വിനാഗിരിയും ചേർത്ത് കയ്പ്പ് ഉറപ്പായും കുറയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ബൗളിൽ 1/2 കപ്പ് വെള്ളവും അത്രയും തന്നെ വിനാഗിരിയും എടുക്കണം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ ലായനിയിൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ച പാവയ്ക്ക ഇതിലേക്കിടാം. 20 മുതൽ 30 മിനിറ്റ് വരെ കുതിർത്ത് വെച്ചതിന് ശേഷം പാവയ്ക്ക ഒരു അരിപ്പയിലേക്ക് ഇട്ട് പച്ചവെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കാം. ഇനി പാകം ചെയ്യാവുന്നതാണ്. കയ്പ്പ് നല്ലതുപോലെ കുറയും. അടുത്തത് തിളപ്പിച്ചെടുക്കാം. 2-3 കപ്പ് വെള്ളം എടുത്ത് നല്ലതുപോലെ തിളപ്പിക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാൻ മറക്കരുത്. നന്നായി വെട്ടി തിളയ്ക്കുന്ന ഈ വെള്ളത്തിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ശേഷം തീ കൂട്ടി തന്നെ 2 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കണം. തിളച്ച വെള്ളത്തിൽ നിന്നും കോരിയെടുത്ത പാവയ്ക്ക തണുത്ത വെള്ളത്തിൽ 2 മിനിറ്റ് നേരം മുക്കി വെച്ചതിന് ശേഷം വെള്ളം നല്ലതുപോലെ വാർന്നു പോകുന്നതിനായി ഒരു അരിപ്പയിലേക്കിടാം. ഇത് കറി തയ്യാറാക്കാം. കയ്പ്പ് കുറവായിരിക്കും. മാത്രമല്ല മുഖക്കുരു അകറ്റാനും അതുപോലെ ചർമ്മത്തിലെ അണുബാധ തടയാനും പാവയ്ക്ക ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി, എയുമാണ് ഇതിൽ സഹായിക്കുന്നത്. ചർമ്മത്തിലെ പാടുകൾ ഇല്ലാതാക്കുന്നതിനും ഇത് ഗുണം ചെയ്യുന്നുണ്ട്. കൂടാതെ അകാല വാർദ്ധക്യം തടയുന്നതിനും ഇത് കഴിക്കുന്നത് നല്ലതാണ്. തിളങ്ങുന്ന ആരോഗ്യമുള്ള ചർമ്മം സ്വന്തമാക്കാൻ പാവയ്ക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. പാവയ്ക്ക ജ്യൂസിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നു. അങ്ങനെ ഹൃദ്രോഗം, പക്ഷാഘാതം ഇവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു. പാവയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹനം മെച്ചപ്പെട്ടതാക്കുന്നു. ഇത് മലബന്ധം ഇല്ലാതാക്കാൻ സഹായിക്കും. വയറിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെട്ടതാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻ്റായ വിറ്റാമിൻ സി ഉൾപ്പെടെയുള്ള വിറ്റാമിനുകളുടെ മികച്ച സ്രോതസ്സാണിത്. രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സഹായിക്കുന്നു. ഇത് ധാതുക്കൾ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദ്രോഗം, സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു. ഇരുമ്പ് ധാരാളം അടങ്ങിയ പാവയ്ക്കയിൽ ഏത്തപ്പഴത്തിൽ ഉള്ളതിൻ്റെ ഇരട്ടി പൊട്ടാസ്യമുണ്ട്. ജീവകം B1, B2, B3, ജീവകം സി, ഫോളേറ്റ്, സിങ്ക്, ഫോസ്ഫറസ്, മാംഗനീസ്, ഭക്ഷ്യനാരുകൾ, ബീറ്റാ കരോട്ടീൻ, കാൽസ്യം ഇവയും പാവയ്ക്കയിലുണ്ട്. നല്ല മാനസികാരോഗ്യം. കയ്പേറിയതും വളരെ
അസുഖകരമായ ഒരു രുചി ഉണ്ടായിരുന്നിട്ടും നല്ല മാനസികാരോഗ്യത്തിന് കൈപ്പയ്ക്ക അത്യാവശ്യമാണ്. വൈറ്റമിൻ ബി, സി എന്നിവയുടെ ഉള്ളടക്കം കൈപ്പയ്ക്കയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെ സംരക്ഷിക്കുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും വിഷാദത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. വിറ്റാമിനുകൾ ബി, അതുപോലെ B2 എന്നിവ തലച്ചോറിനെ സജീവമാക്കാൻ സഹായിക്കുന്നു. ഇതുമൂലം നമ്മുടെ മസ്തിഷ്കം കൂടുതൽ ഉൽപാദനക്ഷമതയോടെ പ്രവർത്തിക്കുകയും മികച്ച ഫലങ്ങൾ കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.